നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വേസ്റ്റ് വരുന്ന മെഴുതികൾ കൊണ്ട് നമുക്കൊരു മെഴുതിരി ഉണ്ടാക്കിയാലോ നോക്കി. നമ്മൾ വേസ്റ്റ് വരുന്ന കളയാറുള്ള പതിവ്. അപ്പോൾ അതെല്ലാം ശേഖരിച്ച് വെച്ച് നമുക്കൊരു മെഴുതിരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ട ഐറ്റംസ് വേസ്റ്റ് വന്ന മെഴുതിരികൾ, ഒരു ഗ്ലാസ്, നൂല്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കളർ ഏതാ വേണ്ട ചെയ്യാനുള്ള ക്രയോൺസ്. അപ്പോൾ നമുക്ക് പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ നൂലൊന്ന് ഈ ഗ്ലാസ്സിലൊന്ന് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മെഴുതിരി ഉരുക്കി ഒഴിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റപ്പാക്കി കൊടുക്കാം. ഒട്ടിയുണ്ട്. ഇനി നമ്മൾ മെഴുതിരി ഉരുക്കി ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ടൂൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ മെഴുതിരിയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം. അത് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വയ്ക്കാം. വെച്ചിട്ട് ഈ മെഴുതിരി വേസ്റ്റ് വരുന്ന മെഴുതിരികളൊക്കെ അരിക്കിടാം. നമുക്ക് ഏകദേശം ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. നായ ഉരുകി വരുന്നുണ്ട്. ശേഷം നമുക്ക് ഈ റെഡ് കളർ ക്രയോൺസ് പൊട്ടിച്ചിടാം, കളറിന് വേണ്ടിയിട്ട്. നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല മിക്സ് ആവും. പിന്നെ അതിൽ നമ്മൾ വേസ്റ്റുകൾ ഒന്ന് കാണാതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ വീഴും. പഴയ മെഴുതിരി കത്തിയൻ്റെ കറുത്ത പീസുകളൊക്കെ ഒന്ന് മാറ്റി ക്ലീനാക്കി കൊടുക്കുക. നമ്മുടെ മെഴുതിരി നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്ക് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടേ ഒരു ഗ്ലാസ് അതിൽ ഇറക്കി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഗ്ലാസ് ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്കിതിൽ ഒഴിച്ച് നിറയ്ക്കാം. കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒഴിക്കാം, അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിനനുസരിച്ച് താഴത്തേക്ക് ഇറങ്ങി പോകും. നമ്മൾ വീട്ടിൽ വെച്ചൊന്ന് ചുറ്റി ടൈറ്റാക്കി കൊടുത്താലേ കുറേ നേരം പിടിച്ച് കൊണ്ടുവരും. സെറ്റാകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെറ്റായതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ അടുത്ത പണി നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ടൈറ്റായിട്ട് കേട്ടോ, മെഴുതിരി നല്ല സെറ്റായിട്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. അതായിട്ട് നമുക്ക് അടുത്ത ഗ്ലാസ് ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ വേറൊരു കളറ്, ഒരു നീല കളറ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത് ഉരുക്കിയെടുക്കാം.
ഇതിൽ പഴയൊരു മെഴുകുതിരിയുടെ യെല്ലോ കളറിൻ്റെ കഷ്ണം അതാണ് യെല്ലോ കളർ കാണുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് വേറെ ഗ്രീൻ കളർ ആഡ് ചെയ്യാം. അപ്പോൾ അത് മിക്സ് ആയിക്കോളും. ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഇത് കത്തി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ച് നമ്മൾ ഉരുക്കിയെടുക്കണം മെല്ലെ. ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, അവരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഏകദേശം കലങ്ങി വരുന്നുണ്ട്. കളർ അതിൽ മിക്സ് ആവുന്നുണ്ട്, മഞ്ഞയുടെ കൂടെ തന്നെ മിക്സ് ആവുന്നുണ്ട്. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒഴിക്കാൻ പോവാം. നമ്മുടെ മെഴുതിൽ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചുവപ്പും ഒന്ന് പച്ചയും. നമുക്കൊന്ന് കത്തിച്ച് നോക്കിയാലോ? അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മെഴുതിരി വേസ്റ്റ് വരുന്ന മെഴുതിരി ഒന്നും കളയാതെ ഇതുപോലെ ക്ലിയർ ആയി ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.